السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. يقول المصنف رحمه الله: باب الصلاة هي شرعا أقوال وأفعال مخصوصة مفتتحة بالتكبير مختتمة بالتسليم، وسميت بذلك اشتمالها على الصلاة لغة وهي الدعاء. ബാബു സ്വലാഹ്. മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, ബാബു സ്വലാത്തി, നിസ്കാരത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബാബ്. ബാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം കവാടം. ഒരു വീടിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വിടവ് എന്നാണല്ലോ ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് വീട്ടിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വീട്ടിന്റെ വാതിലിലൂടെ നാം പ്രവേശിക്കണം എന്ന നിലക്ക് ഭാഷാർത്ഥവുമായി തന്നെ ഈ ബാബുസ്സല എന്ന് പറഞ്ഞതിനോട് ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നിസ്കാരത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം കരഗതമാകണമെങ്കിൽ അതിൻ്റെതായ വാതിലിലൂടെ നാം പ്രവേശിക്കണം. മൊത്തത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് കർമ്മശാസ്ത്ര പഠനത്തെ 5ആയി വിഭജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അൽ ഇബാദാത്ത്, ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. രണ്ടാമത്തത് അൽ മുആമലാത്ത്, ഇടപാടുകൾ, ബിസിനസ്സുകൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്. മൂന്നാമതായി അൽ മുനാക്കഹാത്ത്, വൈവാഹിക ജീവിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. 4, അൽ ജിനായാത്ത്, ക്രിമിനൽ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നീട് 5-മത് ഇത്ഖ്, അത് ഇത്ഖു മിനന്നാറിലേക്ക് സൂചനയായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അങ്ങനെ വിഭജിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതായത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിലേക്കും ജിന്നുവർഗത്തിലേക്കും നിയോഗിച്ചിട്ടുള്ളത് അവരുടെ ഭൗതികവും പാരത്രികവുമായ മോക്ഷ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അതുപോലെ ജിന്ന് വർഗത്തിന്റെ പ്രകൃതിപരമായി നാം ഒരു പഠനം നടത്തുകയാണെങ്കിൽ മനുഷ്യന്റെ പ്രകൃതിയിൽ 3 ഇനം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യർ മലക്കുകളെ പോലെയല്ല. മലക്കുകൾ അവർക്ക് വെറും ആത്മീയമായ ചിന്തകൾ മാത്രം. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അല്ലാഹുവിന് യാതൊരു നിലക്കുള്ള എതിരുകളും പ്രവർത്തിക്കാത്തവരാണ് മലക്കുകൾ. അതായത് അവരുടെ പ്രകൃതിപരമായ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. എന്നാൽ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വൈകാരികവും ആത്മീയതയുമായി സമ്മിശ്രപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ മലക്കുകളെക്കാളും അവൻ ഉയരാൻ കഴിയും. അധപ്പതിച്ചു കഴിഞ്ഞാൽ നായയെക്കാളും അവന് തരം താഴ്ന്നു പോകാനും സാധിക്കുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യരിൽ അള്ളാഹു പ്രകൃതിപരമായി സൃഷ്ടിച്ചു വെച്ച ഒന്നാണ് അവന്റെ ആത്മീയത എന്നുള്ളത്. ആത്മീയമായി അവന് ഉയരാനുള്ള പ്രാപ്തി ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അൽ ഇബാദാത്ത്, ആരാധനാപരമായ കാര്യങ്ങൾ നാം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ
പ്രകൃതിപരമായി ആത്മീയമായ ഉയർച്ച നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നൈസർഗിക ജീന്, അതല്ലെങ്കിൽ രക്താണു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്, അതുപോലെ ഒരു മോശപ്പെട്ട അണു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്, രക്താണു എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം അവരുടേതായ ഭാഷയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഈ വസ്തുവിനെ, ഈ ആത്മീയതയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവന്റെ ആത്മീയമായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ കൊണ്ടാണ്. അതാണ് ഇബാദാത്ത്, നിസ്കാരം, സകാത്ത്. അതുപോലെ ഇസ്ലാമിൽ ഏതെല്ലാം കാര്യങ്ങൾ ദീനിൽ ഇബാദത്തായി ഗണിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായി ഉയരാൻ കഴിയും. അതാണ് ഇബാദത്ത്. രണ്ടാമത് മനുഷ്യനിക്കുള്ള ഒന്നാണ് വൈകാരികത. ഇതിനെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഒന്ന് അവന്റെ ബത്ന്, വയറുമായി ബന്ധപ്പെട്ടത്. മനുഷ്യന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ വേണം. അത് സമ്പാദിക്കണമെങ്കിൽ സമ്പാദ്യം വേണം, സമ്പത്ത് വേണം. സമ്പത്ത് വേണമെങ്കിൽ നമുക്ക് ബിസിനസ്സുകൾ നടത്തണം, കച്ചവടം ചെയ്യേണ്ടി വരും, കടം വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് എന്തു പറയുക, മുആമലാത്ത് എന്ന് പറയുക. മറ്റൊന്ന് അവന്റെ ഗുഹ്യസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് അവന്റെ വികാരശമനത്തിന് വേണ്ടി ഇണയായി ആരെ തിരഞ്ഞെടുക്കണം, എത്ര പേരെ തിരഞ്ഞെടുക്കണം, ഏത് സമയത്ത് ഇവരെ വേർപ്പെടുത്തണം എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് മുനാക്കഹാത്ത് എന്ന് പറയുക. മറ്റൊരു പ്രകൃതിപരമായി മനുഷ്യനിൽ ഉള്ള ഒന്നാണ് പ്രകോപനപരമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത്. ആ സമയത്താണ് അവൻ ക്രിമിനലായി മാറുന്നത്, കുറ്റങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന് എന്ത് ശിക്ഷാ നടപടി നൽകണം, അത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് ജിനായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ആദ്യമായിട്ട് ഫുഖഹാക്കൾ മുന്തിച്ചത് ഇബാദത്തിനെയാണ്. കാരണം ഈ ആത്മീയമായി ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അത് ഖാലിഖാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പൊ മുസന്നിഫ് റഹിമഹുല്ലാ ആദ്യമായിട്ട് പറഞ്ഞത് ബാബുസ്സലാ ഹിയ, ഈ നിസ്കാരം എന്നുള്ളത് ശറഇൽ അഖ്വാലും വ അഫ്ആലും മഖ്സൂസ, പ്രത്യേകമാക്കപ്പെട്ട പ്രവർത്തനങ്ങളും വാക്കുകളുമാണ്. ഈ അഖ്വാൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ, വ അഫ്ആൽ എന്ന് പറഞ്ഞാലോ പ്രവർത്തനങ്ങൾ. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഖ്വാൽ എന്ന് പറഞ്ഞാൽ ഖൗലിയായ റുക്നുകളാണ്, ഫർളുകളാണ്. വ അഫ്ആൽ എന്ന് പറഞ്ഞാൽ ഫിഅലിയായ റുക്നുകൾ. ഖൗലിയായ റുക്ന് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് പോലത്തെ അത്തഹിയ്യാത്ത്, അവസാനത്തെ അത്തഹിയ്യാത്ത് പോലത്തെ ഖൗലിയായ റുക്നുകൾ. വ അഫ്ആലുൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സുജൂദ് പോലത്തെ ഫിഅലിയായ പ്രവർത്തനങ്ങളുമാണ്. മഖ്സൂസത്തുൻ, പ്രത്യേകമാക്കപ്പെട്ടത്. മുഫ്തതഹത്തുൻ ബിത്തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങപ്പെടുന്നതും, മുഖ്തതമത്തുൻ ബിത്തസ്ലീം, സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതുമായ, ഈ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങപ്പെടുന്നതും സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതുമായ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കുമാണ് ശറഇൽ നിസ്കാരം എന്ന് പറയപ്പെടുക. വസുമ്മിയത്, ഈ അഖ്വാൽ അഫ്ആലിന് പേര് വെക്കപ്പെട്ടു ബിദാലിക, ഈ സ്വലാത്ത് എന്നുള്ള ലഫ്ള് കൊണ്ട്. എന്താണ് കാരണം? ലിഷ്തിമാലിഹ അലസ്വലാത്തി ലുഗതൻ, ലുഗത്തിൽ അത് സ്വലാത്തിന്റെ മേലിൽ ചുറ്റിയതിന് വേണ്ടി. ഈ അഖ്വാൽ അഫ്ആലുകളിലൊക്കെ എന്തുണ്ട്?
ഭാഷാർത്ഥത്തിലുള്ള മാനയിലുള്ള സ്വലാത്ത് അതിന്റെ മേൽ ചുറ്റിയതിന് വേണ്ടി വഹിയ അത് അദ്ദുആഉ, ഭാഷാർത്ഥത്തിലുള്ള സ്വലാത്ത് അദ്ദുആഉ, അത് പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിനാണ്. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം, അവരിൽ നിന്ന് അങ്ങ് സകാത്ത് വാങ്ങണം. എന്നിട്ടോ പിന്നീട് പറഞ്ഞത് എന്താ? വസല്ലി അലൈഹിം, അവരെ മേൽ അങ്ങ് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക, അങ്ങയുടെ പ്രാർത്ഥന സഖനുല്ലഹും, അവർക്ക് ഒരു സമാധാനമാണ്, അവർക്ക് ഒരു ശാന്തിയാണ്, അതുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കണം. അവിടെ സ്വലാത്ത് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുആ എന്നുള്ള ലുഗവിയായ അർത്ഥാണ്. അതുപോലെ വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല എന്ന് പറഞ്ഞ സ്ഥലത്തും വലാ തജ്ഹർ ബിസ്വലാത്തിക, അങ്ങയുടെ പ്രാർത്ഥന കൊണ്ട് അങ്ങ് വളരെ ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന രൂപത്തിൽ ഉറക്കിയാക്കരുത്. വലാ തുഖാഫിത് ബിഹാ, സ്വന്തം ശരീരം കേൾക്കാത്ത രൂപത്തിൽ അതിനെ ലഘൂകരിക്കുകയും ചെയ്യരുത്. വബ്തഗി ബൈന ദാലിക സബീല, അവിടെയും ദുആ ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സ്വലാത്ത് എന്നുള്ള പേര് ഈ അഖ്വാൽ അഫ്ആല് മഖ്സൂസ, പ്രത്യേകമാക്കപ്പെട്ട അഖ്വാലുകൾക്കും അഫ്ആലുകൾക്കും പേര് വെക്കപ്പെടാനുള്ള കാരണം. ഇനി വൽ മഫ്റൂളാത്തുൽ ഐനിയ്യത്തു, ഫർള് ഐനാക്കപ്പെട്ട നിസ്കാരങ്ങൾ. വൽ മഫ്റൂളാത്തുൽ ഐനിയ്യത്തു പറഞ്ഞാൽ വ്യക്തിബാധ്യത, അതാണ് ഫർള് ഐനി പറഞ്ഞാൽ വ്യക്തിബാധ്യതയാണ്. മറ്റേ ഫർള് കിഫ എന്ന് പറഞ്ഞാൽ വേറൊന്നുണ്ട്, സമൂഹ ബാധ്യത. ഇതല്ല, ഇത് വ്യക്തിബാധ്യത. ഇപ്പൊ വൽ മഫ്റൂളാത്തുൽ ഐനിയ്യത്തു, ഫർള് ഐനാക്കപ്പെട്ടതായ നിസ്കാരങ്ങളാകുന്നത് ഖംസും ഫീ കുല്ലി യൗമിൻ വലൈല, രാത്രിയിലും പകലിലുമായി, എല്ലാ രാത്രിയിലും പകലിലുമായിട്ട് ഖംസുൻ 5 വഖ്ത് നിസ്കാരമാണ്. അത് മഅലൂമത്തും മിനദ്ദീനി ബിദ്ദറൂറ, ലറൂറത്ത് കൊണ്ട് ദീനിൽ അത് അറിയപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരാളും തന്നെ നിഷേധിക്കാത്ത വിധം, എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥർക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? രാത്രിയിലും പകലിലുമായി 5 വഖ്ത് നിസ്കാരം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫയക്ഫുറു ജാഹിദുഹ, അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാകുന്നതാണ്, സത്യനിഷേധിയാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. വലം തജ്തമി ഹാദിഹിൽ ഖംസു, ഈ 5 വഖ്ത് നിസ്കാരം ഒരുമിച്ച് കൂടിയിട്ടില്ല ലിഗൈരി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും മാത്രമാണ് ഈ 5 വഖ്ത് നിസ്കാരം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ ഈ വഖ്തുകളിൽ നിന്നും ഓരോ വഖ്തും ഉണ്ടായിട്ടുണ്ട്. അത് ശേഷം മുസന്നിഫ് റഹിമഹുള്ള തന്നെ കിതാബിൽ വിവരിക്കുന്നുമുണ്ട്. വഫുരിളത്, ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു ലൈലത്തൽ ഇസ്രാഇ, ഇസ്രാഇന്റെ രാത്രിയിൽ, ബഅദൻ നുബുവത്തി ബിഅശ്രി സിനീന വസലാസതി അശ്ഹുരിൻ, 10 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷം. അപ്പൊ 10-ാം വർഷം, 10 വർഷവും നുബുവത്തിന് ശേഷം 10 വർഷവും 3 മാസവും, അതിന് ശേഷമാണ് എന്ത്? ഇസ്രാഇന്റെ രാത്രിയിലാണ് നിസ്കാരം ഫർളാക്കപ്പെട്ടത്. ലൈലത്ത 27 മിൻ റജബ, റജബ് മാസത്തിൽ നിന്നുമുള്ള 27ന്റെ രാത്രിയാണ്. റജബ് മാസം 27ന്റെ രാത്രിയിലാണ് എന്ത്? ഈ നിസ്കാരം ഫർളാക്കപ്പെട്ടത്. അന്നാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായിട്ടുള്ളതും എന്നാണ് ഈ മുസന്നിഫിന്റെ റഹിമഹുല്ലാഹിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇസ്രായിന്റെ രാത്രിയിലാണ് ഈ നിസ്കാരം ഫർളാക്കപ്പെട്ടിട്ടുള്ളത്.
ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം അത് വളരെ വിശാലമായ ചരിത്രമാണ്. ചുരുങ്ങിയ നിലക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വിശകലനം നടത്താം. അതായത് അറിഞ്ഞിരിക്കൽ നല്ലതാണല്ലോ. അതായത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഉന്മൂലന നാശത്തിന് വേണ്ടി നഖശിഖാന്തരം ശത്രു സൈന്യം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. കാരണം നുബുവത്ത് ലഭിച്ച് ഏകദേശം 10 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴൊക്കെ ശക്തമായ പ്രതിസന്ധിയിലായിരുന്നു മുസ്ലിങ്ങൾ. ഒരു ഭാഗത്ത് അടിമകളാക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, മറുഭാഗത്ത് വിശുദ്ധമായ ഖുർആനെയും അനുഷ്ഠാന കർമ്മങ്ങളെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന, ഏതു നിലയിൽ നോക്കിയാലും വളരെ മനസ്സിന് ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഉമ്മത്തിനെയും സമാശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് തന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സ്വീകരണം കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് വിവിധങ്ങളായ രൂപങ്ങളിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ ഉമ്മുഹാനീന്റെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനവുമായി വരികയാണ്. ബുറാഖ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം മിന്നൽ ലങ്കൽ എന്നൊക്കെയാണ്. ഇടിമിന്നൽ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സൂപ്പർസോണിക് വിമാനങ്ങളെപ്പോലും മറികടന്ന് സഞ്ചരിക്കാൻ കഴിവുള്ള, ദർശിക്കുന്ന സ്ഥലത്ത് സ്പർശിക്കാൻ കഴിവുള്ള ആ അത്യത്ഭുത വാഹനം ബുറാഖ്. ആ ബുറാഖിന്റെ മുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്രക്ക് ഇസ്രാ എന്ന് പറയുന്നു. ഇത് സംഭവിച്ചിട്ടുള്ളത് രാത്രി തന്നെയാണ്. പിന്നീട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഏഴാനാകാശവും അതിനപ്പുറവും അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണം വരെ പോയതിന് മിഅ്റാജ് എന്നും പറയപ്പെടുന്നു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോൾ അവിടെ സാധാരണ അമ്പിയാക്കള് അവരുടെ വാഹനങ്ങളെ ബന്ധിക്കാറുള്ള ആ വട്ടക്കണ്ണിയിൽ ബുറാഖിനെയും ബന്ധിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമത്തായി നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ചരിത്രം ഞാൻ വിശാലമായി പറയുന്നില്ല. അങ്ങനെ പിന്നീട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഏഴാനാകാശവും അതിനപ്പുറത്തേക്കുമുള്ള മിഅ്റാജ് എന്ന യാത്ര തുടങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ആകാശത്തേക്ക് എത്തിയപ്പോൾ ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം കവാടം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ചോദിക്കുന്നു, മൻ ഹാദാ, ആരാണിതെന്ന്. അപ്പോൾ ജിബ്രീലാണെന്ന് മറുപടി നൽകുന്നു. വീണ്ടും ചോദ്യം വരുന്നു, മൻ മഅക്, അങ്ങയോട് കൂടെ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖാതിമുൻ നബിയീൻ, അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, വഖദ് ഉർസില ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ദിവ്യത്വം അറിയിക്കപ്പെട്ടിട്ടുണ്ടോ, ദൈവദൂതനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് മറുപടി നൽകുമ്പോൾ വാതിൽ തുറക്കപ്പെടുന്നു. ഒന്നാനാകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടപ്പോൾ അവിടെ മഹാനായ ആദം നബി അലൈഹിസ്സലാം ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടപ്പോൾ തന്നെ മഹാനായ ആദം നബി അലൈഹിസ്സലാം മർഹബൻ ബി ഇബ്നി സ്വാലിഹി വൻ നബിയ്യി സ്വാലിഹ് എന്ന് സ്വാഗതം പറയുകയാണ്. അങ്ങനെ അവിടെ നിന്നും രണ്ടാമത്തെ ആകാശത്തിലേക്ക് പോവുകയാണ്.
ഇതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാം കവാടം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആരാണെന്ന് ചോദിക്കുന്നു. ജിബ്രീലാണെന്ന് പറയുന്നു. നിന്റെ കൂടെ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുന്നു. അദ്ദേഹത്തിലേക്ക് ദിവ്യത്വം അറിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുമ്പോൾ കവാടം തുറക്കപ്പെടുന്നു. അങ്ങനെ രണ്ടാമത്തെ ആകാശത്തിൽ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും അവിടെയുണ്ട്. ഇതുപോലെ തന്നെ സ്വാഗതം അവിടെ പറയുന്നു. അങ്ങനെ മൂന്നാമത്തെ ആകാശത്തേക്ക് പോകുന്നു. ഇപ്പറഞ്ഞതുപോലെ പല സംഭാഷണങ്ങളും നടന്നതിന് ശേഷം കവാടം തുറക്കപ്പെടുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നു. അങ്ങനെ നാലാമത്തെ ആകാശത്തേക്ക് പോകുന്നു. ഇതേ സംഭവങ്ങൾ അവിടെയും സംഭവിക്കുന്നു. അങ്ങനെ നാലാനാകാശം തുറന്നപ്പോൾ അവിടെ ഇദ്രീസ് അലൈഹിസ്സലാം ഉണ്ട്. പിന്നീട് അഞ്ചാനാകാശത്തേക്ക് പോകുന്നു. അഞ്ചാനാകാശം തുറക്കപ്പെട്ടപ്പോൾ അവിടെ മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം ഉണ്ട്. അങ്ങനെ പിന്നീട് ആറാമത്തെ ആകാശം തുറക്കപ്പെടുന്നു. ആറാമത്തെ ആകാശത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കവാടം തുറക്കപ്പെട്ടപ്പോൾ അവിടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. പിന്നീട് ഏഴാമത്തെ ആകാശത്തിലേക്ക് യാത്രയാകുന്നു. അങ്ങനെ ഏഴാനാകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുണ്ട്. ഇവരെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകർക്ക് സ്വീകരണം നൽകി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയാകുന്നത്. അങ്ങനെ ഏഴാനാകാശം കഴിഞ്ഞതിന് ശേഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, എനിക്കുള്ള പെർമിറ്റിന്റെ പരിധി, എനിക്ക് സഞ്ചരിക്കാനുള്ള പെർമിറ്റ് പരിധി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തഖദ്ദം, അങ്ങ് മുന്നോട്ട് ഗമിക്കുക. യാ ഹബീബി, അങ്ങ് മുന്നോട്ട് ഗമിക്കുക. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ അങ്ങയുടെ റബ്ബുമായി തങ്ങൾ അഭിമുഖ സംഭാഷണം നടത്തുക എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പിന്നീട് അവിടെ നിന്നും സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എന്നെ നയിക്കപ്പെടുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആനയുടെ ചെവിപോലോത്ത തോരണങ്ങൾ, അതുപോലത്തെ പല പല വിധേനയുള്ള സംവിധാനങ്ങളും പല നിലക്കുള്ള ഭംഗികളും അവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ രണ്ട് നദികൾ പുറത്തായും രണ്ട് നദികൾ ഉള്ളിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വിവരം അറിയിക്കപ്പെട്ടു, ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉള്ളിലെ രണ്ട് നദികൾ അത് സ്വർഗീയ തടാകങ്ങളാണ്, പുറത്തുള്ളത് നൈലും ഫുറാത്തുമാണ് എന്ന് വിവരമറിയിക്കപ്പെടുന്നു. പിന്നീട് വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് ഗമിക്കുകയാണ്. അങ്ങനെ ബൈത്തുൽ മഅമൂറിൽ ചെല്ലുകയാണ്. അവിടെയും ഒരുപാട് അത്ഭുത വികാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദർശിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വഖ്ത് നിസ്കാരം ആ മിഅ്റാജിന്റെ രാത്രിയിൽ ഫർളാക്കി കൊടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം സന്തോഷിച്ചു. കാരണം എനിക്കും എന്റെ സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാരിതോഷികം നൽകിയിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അന്വേഷിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, അങ്ങക്ക് പാരിതോഷികമായിട്ട് അങ്ങയുടെ റബ്ബ് എന്താണ് നൽകിയത് എന്ന് ചോദിക്കുകയാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാം മുമ്പ് നേരിട്ട് അള്ളാഹുവിനെ ദർശിക്കണമെന്ന് ആവശ്യപ്പെടുകയും തൂരി സീനാ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ പർവ്വതം കിടുകിടാ വിറക്കുകയും മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനാവുകയും ചെയ്ത ചരിത്രം ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വിവരങ്ങൾ അന്വേഷിച്ചു, അങ്ങക്ക് എന്താണ് റബ്ബ് നൽകിയത് എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു, എനിക്കും ഉമ്മത്തിനും 50 വഖ്ത് നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, അരുത് അരുത്, ഒരിക്കലും തന്നെ അങ്ങയുടെ ഉമ്മത്തിനത് സാധ്യമാവുകയില്ല. കാരണം എന്റെ ഉമ്മത്തിനെ തന്നെ ഞാൻ പരീക്ഷിച്ചതാണ്.
എന്റെ ഉമ്മത്തിന് ഒരു വഖത്ത് പോലും നിസ്കാരം പോലും നിർവഹിക്കാൻ സാധ്യമല്ലാതെ വന്ന ഒരു സാഹചര്യം എനിക്ക് അനുഭവജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഇർജി ഇലാ റബ്ബിക ഫസ്അൽഹു തഖ്ഫീഫ്, അങ്ങയുടെ റബ്ബിലേക്ക് മടങ്ങിയിട്ട് ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും യാത്രയിലും ഉറക്കിലും ഉണർച്ചയിലും മരണത്തിൽ വരെ ഉമ്മത്തിനെ മറക്കാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിങ്കലേക്ക് തിരികെ മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങിയിട്ട് പറഞ്ഞു, ഇതിനെ ലഘൂകരിക്കണം, എന്റെ ഉമ്മത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ 10 ചുരുക്കുന്നു. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് പോകുന്നു. അങ്ങനെ 5 പ്രാവശ്യം പോയപ്പോൾ അവസാനമായിട്ട് അവിടുന്ന് പറയുന്നു, ലഹുന്ന ഖംസുൻ വലഹുന്ന ഖംസൂൻ, 5 വഖത്ത് നിസ്കാരമാണ് അവകൾക്ക് 50 വഖത്തിന്റെ പ്രതിഫലം അങ്ങക്കും അങ്ങയുടെ ഉമ്മത്തിനും കാരുണ്യമായിട്ട് ഞാൻ നൽകുന്നു എന്നുള്ള അശരീരി അള്ളാഹു അറിയിക്കുകയാണ്. മാ യുബദ്ദലുൽ ഖൗലു ലദൈ, ഇനി ഇതിന് ഒരിക്കലും തന്നെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുകയില്ല എന്ന് അവിടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശരീരി കേൾക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് വളരെ സന്തോഷിച്ചുകൊണ്ട്, കാരണം 50 വഖത്ത് നിസ്കാരം, ആ നിസ്കാരം ചുരുക്കി 5 വഖത്താക്കുകയും എന്നാൽ പ്രതിഫലം ഒരിക്കലും ചുരുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സന്തോഷവുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് മക്കയിൽ തന്നെ വരികയാണ്. സംഭവം വളരെ ബഹുലമാണ്, വളരെ പ്രതീക്ഷയിലാണ്. ആരും വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനറിയാം. ഇത് മുൻകൂട്ടി തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രവാചകർ പറഞ്ഞു, ഇതെന്റെ സമുദായത്തോട് ഞാൻ പറഞ്ഞാൽ അവർ എന്നെ തീർച്ചയായിട്ടും കളവാക്കും. പക്ഷേ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങൊരിക്കലും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യുസദ്ദിഖുക അബൂബക്കർ, അബൂബക്കർ അങ്ങേ വാസ്തവമാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ തിരികെ വന്നുകൊണ്ട് വളരെ ദുഃഖിതനായിരിക്കുകയാണ്. എങ്ങനെ ഈ വിഷയം എന്റെ സമുദായത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് യാതൊരു വിധേനയുള്ള തീരുമാനങ്ങളും അറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബൂജഹൽ വരുന്നത്. അബൂജഹൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നിനക്ക് സംഭവിച്ചത്? നിന്നെ ദുഃഖിതനായി കാണപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിവരം അങ്ങ് അറിയിക്കുകയാണ് അബൂജഹലിനോട്. അബൂജഹൽ മനസ്സിലാക്കുന്നു, ഇത് നല്ല ഒരു ചാൻസ് ആണ്. അബൂബക്കറും അതുപോലത്തെ ആളുകളെയുമൊക്കെ നമുക്ക് ഈ വിവരം പറഞ്ഞുകൊണ്ടെങ്കിലും ഇദ്ദേഹത്തിനിക്ക് ഈ മുഹമ്മദിന്റെ ഭ്രാന്താണെന്ന് സ്ഥിരപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ച് അബൂജഹൽ സന്തോഷവാനായി. എന്നിട്ടോ ഇവരൊന്നടങ്കം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, നിന്റെ സാഹിബാകുന്ന റസൂൽ എന്നർത്ഥം പറഞ്ഞ വിഷയം നിനക്ക് മനസ്സിലായിട്ടുണ്ടോ, നീ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ആ സമയത്ത് അവര് പറഞ്ഞു, നിന്റെ സാഹിബ് പറയുന്നത് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലും മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശവും അതിനപ്പുറവും സഞ്ചരിച്ച് സുബഹിന്റെ മുമ്പ് തന്നെ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും സംശയിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മക്ക കുഫാരിങ്ങൾ പറയുന്നത് ശരിയാണോ, നബി അങ്ങനെ പറഞ്ഞു എന്ന് ഇവര് പറയുന്നത് ശരിയാണോ എന്നുള്ളതിൽ മാത്രമാണ് സംശയം. അപ്പോൾ അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആമന്തു ബിഹി, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉച്ചസ്ഥനം പ്രഖ്യാപിച്ച മഹാനായ അബൂബക്കർ, ആ അബൂബക്കർ എന്ന് മഹാനുഭാവന് സിദ്ദീഖ് എന്ന നാമം ലഭിക്കുന്നത് ആ സമയത്താണെന്ന് നാം മനസ്സിലാക്കണം. ഇത് ചുരുങ്ങിയ രൂപത്തിലുള്ള ഇസ്രാ മിഅ്റാജിന്റെ ഒരു ചരിത്ര വിശദീകരണം മാത്രമാണ്. അപ്പോൾ ഈ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ്, അത് റജബ് 27-നാണ്,
നിസ്കാരം ഫർളാക്കപ്പെട്ടത്. പിന്നെ മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, വലം തജിബ് സുബ്ഹു യൗമി തിൽക്കൽ ലൈലത്തി, ആ രാത്രിയിലെ സുബ്ഹി നിസ്കാരം നിർബന്ധമായിട്ടില്ല. എന്തുകൊണ്ട്? ലി അദമിൽ ഇൽമി ബി കൈഫിയതിഹ, അതിന്റെ രൂപം കൊണ്ട് വിവരം ഇല്ലാത്തതിന് വേണ്ടി. കാരണം ഇവിടെ നിസ്കാരം ഫർളാക്കപ്പെട്ടു, പക്ഷെ ഈ നിസ്കാരത്തിന്റെ രൂപങ്ങളും നിസ്കാരത്തിന്റെ ഭാവങ്ങളും ഒന്നും അറിയിക്കപ്പെട്ടിട്ടില്ല. അത് പിന്നീട് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ളുഹർ നിസ്കാരം മുതൽക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസത്തെ നിസ്കാരങ്ങള് ളുഹർ, അതുപോലെ അസർ, മഗ്രിബി, ഇശ, സുബ്ഹ്, ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം എല്ലാ നിസ്കാരങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഹാദാ വസല്ലു വസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ അഫ്ളലിസ് സ്വലാത്തി വഅത്മിത് തസ്ലീം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.